Good morning, sir. Yes, good morning. Good morning, sir. Good morning, good morning. Sir. Good morning, Good sir. morning, sir. Yes, good morning. Good morning, sir. Good morning, Good sir. morning. Good morning, sir. Yes. Okay, good morning, everybody. Good morning, sir. Good morning. Morning. Good morning, sir. Good morning. Good morning to all. Okay, കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാനുണ്ട്. Yes, good morning. ടീച്ചർ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഉദ്ദേശിക്കുന്നത്. ടീച്ചർ ഇനി വരാനായിട്ടുള്ള സാധ്യത കുറച്ച് കുറഞ്ഞു. ശരീരത്തിന് ശാരീരിക ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ടീച്ചർ വരാൻ സാധ്യത. അപ്പൊ ടീച്ചർ വരുമ്പോൾ ടീച്ചർ നിങ്ങളുടെ ബാലൻസ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൃത്യമായിട്ട് പറയാമോ എവിടം വരെ എടുത്തു ടീച്ചറെ? കൃത്യമായിട്ട് പറയാമോ? ടീച്ചർ നൗൺസ് ഒക്കെ എടുത്ത നൗണ് പ്രൊനൗൺ ഒക്കെ. യെസ്, ഞാൻ എടുക്കട്ടെ. സിലബസ് ഒന്നും എടുക്കട്ടെ. പറഞ്ഞോളൂ, ഏതൊക്കെയാണ് എടുത്തെന്ന് പറഞ്ഞേ? ടീച്ചറിന്റെ നൗണുകൾ, ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് ആണ് ലാസ്റ്റ്. ഒന്ന് ഉറക്കെ പറയാം, കേട്ടില്ലല്ലോ. പ്രൊനൗൺസ്, ടൈപ്സ് ഓഫ് പ്രൊനൗൺസ് ആണ് ലാസ്റ്റ് എടുത്ത് നിർത്തിയത്. അതിന് മുമ്പ് എന്തെങ്കിലും എടുത്തു കൂടി അറിയുന്നത്? പാർട്സ് ഓഫ് സ്പീച്ച് തുടങ്ങി. പാർട്സ് ഓഫ് സ്പീച്ചിൽ എന്തൊക്കെ എടുത്തു? അതില് 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആദ്യത്തെ എട്ടെണ്ണം നൗൺ, പ്രൊനൗൺ, അഡ്ജക്റ്റീവ്, വെർബ് അല്ലേ? അതെ അതെ അതെ.
പറഞ്ഞു. പിന്നെ നൗൺ എന്താന്ന് പറഞ്ഞു. നൗൺ 2 തരണ്ട്, കൗണ്ടബിളും അൺകൗണ്ടബിളും ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കൗണ്ടബിൾ ഉണ്ട്, പ്രോപ്പർ നൗൺ, കോമൺ നൗൺ, കളക്റ്റീവ് നൗൺ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ കളക്റ്റീവ് നൗൺ എന്താന്ന് പറഞ്ഞു. അത്ര പറഞ്ഞിട്ടുള്ളൂ. നൗണില്ലേ പാർട്സ് ഓഫ് സ്പീച്ച് ഒക്കെ എല്ലാം എടുത്തില്ലേ? നൗൺ, പ്രോനൗൺ, അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ്, പ്രിപ്പോസിഷൻ, കൺജങ്ഷൻ. ഇല്ല നൗൺ മാത്രമേ തുടങ്ങി വെച്ചിട്ടുള്ളൂ. നൗൺ മാത്രം പറഞ്ഞിട്ടുള്ളൂ അല്ലേ? ആ നൗൺ പ്രോനൗണും പറഞ്ഞിട്ടുണ്ട്. പ്രോനൗൺ ടൈപ്സ് ഓഫ് പ്രോനൗൺസ് പറഞ്ഞു നിർത്തി. ഇപ്പൊ 3 എണ്ണം ഏതൊക്കെയാ? റിഫ്ലെക്സീവ് പ്രോനൗൺ, ലാസ്റ്റ് എംഫാറ്റിക് പ്രോനൗൺ വരെ പറഞ്ഞു നിർത്തി. അപ്പൊ നൗൺ എടുത്തു, അത് കഴിഞ്ഞതിന് ശേഷം പ്രോനൗൺ പറഞ്ഞു അല്ലേ? അതെ, പ്രോനൗൺ കഴിഞ്ഞു. അപ്പൊ രണ്ടും കഴിഞ്ഞു. ഇനി അഡ്ജക്റ്റീവ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അഡ്ജക്റ്റീവ് ഇങ്ങനെ എടുക്കാനുള്ള അല്ലേ? അഡ്ജക്റ്റീവ്, വെർബ്, അഡ്വർബ് അതൊന്നും പറഞ്ഞിട്ടില്ല. ഡെമോൺസ്ട്രേറ്റീവ് നൗൺ വരെ എടുത്തിട്ടുണ്ടായിരുന്നു. ഡെമോൺസ്ട്രേറ്റീവ് നൗൺ വരെ. ഓക്കെ. അപ്പൊ ഇത് രണ്ടും എടുത്തിട്ടുള്ളൂ. നൗണും പ്രോനൗണും അല്ലേ എടുത്തിട്ടുള്ളൂ മെയിൻ ആയിട്ട്? ഓക്കെ. അപ്പൊ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള നമുക്ക് എടുക്കാം കേട്ടോ. ഓക്കെ. നൗൺ പറഞ്ഞു, പ്രോനൗൺ കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ് മുതല് ടെൻസ് ഒക്കെ പഠിക്കുന്നതിന്റെ കൂട്ടത്തിൽ ആദ്യം കുറച്ചു നേരം ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങോട്ട് ചെറുത് ഞാൻ കറക്റ്റ് ആയിട്ടൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് ചോദിച്ചത്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പൊ മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ നിങ്ങളെ കൊണ്ട് സംസാരിപ്പിക്കുക, നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുക, നിങ്ങൾ ഇംഗ്ലീഷിൽ പറയുന്നത് ഞാൻ കേൾക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഇതിനകത്തുള്ള കാര്യം. അപ്പോ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംസാരിക്കാനും നിങ്ങൾക്ക് എന്ത് വിഷയം ഇഷ്ടമുള്ള കാര്യമായിക്കോട്ടെ, ആ വിഷയത്തെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയാവുന്നത് അത് നിങ്ങൾക്ക് പറയാട്ടോ. ഇപ്പൊ ഒരു ദിവസം നിങ്ങളത് ഒന്ന് നോക്കിയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് പറയാം, ഞാൻ ഒന്ന് പറയട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അത് പറയാം. അതിലൊന്നും യാതൊരുവിധ കുഴപ്പമില്ല. അപ്പൊ ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, റെഡിയല്ലേ? സംസാരിക്കാനും റെഡിയല്ലേ? ഓക്കെ. എല്ലാവരും എഴുതും, പറയൂല, അതാണ് എന്റെ പ്രശ്നം. എഴുതാനായിട്ട് എടുക്കുമ്പോഴും പിടിക്കാനൊക്കെ ഇരിക്കും, നന്നായിട്ട് ഭംഗിയായിട്ടൊക്കെ എഴുതും, കറക്റ്റായിരിക്കും. പക്ഷെ പറയുക എന്നുള്ളത് വരുമ്പോഴാണ് ചെറിയൊരു കുഴപ്പം വരുന്നത്. അപ്പൊ നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ കൂടി വേണ്ടതല്ലേ? ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ കൂടി വേണ്ടതല്ലേ? അപ്പൊ ചെറിയ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നമുക്ക് പറയുക എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂവിൽ നിന്ന് ചെന്ന് കഴിയുമ്പോൾ ഒരു ക്ലാസ് എടുത്ത് കാണിക്കുക എന്ന് പറയും. എന്നിട്ട് ഈ ഇന്റർവ്യൂകളിൽ ഇരിക്കുന്ന അവിടുത്തെ അധ്യാപികമാര്, അധ്യാപകര്, മറ്റു ആൾക്കാരൊക്കെ ടീച്ചർമാരെ പോലെ ഇരിക്കും, ക്ലാസ് എടുക്കാൻ പറയും. അപ്പൊ ആ സമയത്ത് നമ്മൾ എടുക്കുന്ന ക്ലാസിന്റെ പെർഫോമൻസ് ആണ് നമ്മളെ അവിടെ അപ്പോയിന്റ് ചെയ്യണോ അല്ലെങ്കിൽ പറഞ്ഞു വിടണോ എന്നുള്ള കാര്യം അവർ തീരുമാനിക്കുന്നത്. എക്സ്പേർട്ട് ആയില്ലെങ്കിലും നമുക്ക് അറിയാം, ക്ലാസ് എടുക്കാനൊക്കെ അറിയാം, കഴിവുണ്ട്, ബാക്കി ശരിയായിക്കോളും എന്നൊരു തോന്നലെങ്കിൽ നമുക്ക് അവരിലുണ്ടാക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഒന്ന് പറയാനൊക്കെ ശ്രമിക്കും. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഇംഗ്ലീഷില്? ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? മറ്റേ സിമ്പിൾ പാസ്റ്റിന്റെ അല്ലെ? സിമ്പിൾ പ്രസന്റിന്റെ എന്തിനാ തന്നിട്ട്? സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ്. ഓക്കെ. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് ആണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൂന്ന് സെന്റൻസ് ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് അല്ലേ? ഓക്കെ, ഏതായിരുന്നു ഒന്ന് പറയാൻ, വായിക്കാമോ അതൊന്ന്? ആ പാസീവ് വോയിസ് ഒന്ന് വായിക്കാമോ ഇത് തന്നിരുന്നത്? മലയാളം. He learns മലയാളം. സിമ്പിൾ പ്രസന്റിന്റെ പാസീവ് വോയിസ് പറഞ്ഞത് അല്ലേ? He learns മലയാളം. ഓക്കെ. അതിന്റെ ആൻസർ എന്താ പറഞ്ഞേ? അതിന്റെ ആൻസർ എന്ന് പറഞ്ഞേ
Malayalam is learned by him. Malayalam is learned by him. Very good. Malayalam is learned, L-E-A-R-N-E-D. Learned by him. Malayalam is learned by him. Correct ആണ്. നമ്മൾ ആദ്യം ഒബ്ജക്റ്റ് എഴുതി, സിമ്പിൾ പ്രസന്റ് ആയ വാചകമായതുകൊണ്ട് പിന്നെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറ് ചേർത്തു. അപ്പൊ മലയാളത്തിനെ കൂടി ഈസ് ആണ് വരിക. മലയാളം ഈസ്. ലേൺ എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ നമ്മൾ ഉപയോഗിച്ചു. അപ്പൊ ലേൺഡ്. മലയാളം ഈസ് ലേൺഡ് ബൈ. മലയാളം ഈസ് ലേൺഡ്. ഓക്കെ ഓക്കെ ഓക്കെ. അടുത്ത ആള് ആരെങ്കിലും വായിച്ച്. I read newspaper every day. We read newspaper every day. അല്ലേ? I read newspaper every day. വെരി ഗുഡ് വെരി ഗുഡ്. പറഞ്ഞോ. അപ്പൊ നമുക്ക് എന്ത് വരും? Every day is reading newspaper by me. Every day. ഒന്നൊരു കാര്യം കൂടെ. Every day is reading newspaper by me. ഓക്കെ ഓക്കെ. അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ കറക്റ്റ് ചെയ്യാം. നോക്കിയേ, ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്നിരിക്കുന്ന വാചകത്തോട് ആരെ അല്ലെങ്കിൽ എന്ത് എന്ന് ചോദിക്കുമ്പോൾ ലഭിക്കുന്ന ആൻസർ ആണ് ഒബ്ജക്റ്റ്. എന്ത് വായിക്കുന്നു? ന്യൂസ് പേപ്പർ വായിക്കുന്നു. എപ്പോൾ വായിക്കുന്നു? അപ്പൊ എപ്പോൾ എന്നുള്ളതിന്റെ ഉത്തരമാണ് എല്ലാ ദിവസവും, എവരി ഡേ. ആരെ അല്ലെങ്കിൽ എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നതായിരിക്കും നമ്മുടെ ഒബ്ജക്റ്റ്. അപ്പൊ എന്ത് വായിക്കുന്നു? ന്യൂസ് പേപ്പർ വായിക്കുന്നു. അപ്പൊ ന്യൂസ് പേപ്പർ ആണ് ഒബ്ജക്റ്റ്. ന്യൂസ് പേപ്പർ. അതിന്റെ കൂടെ ഈസ് വരും, ഈസ് വരും. അപ്പൊ ന്യൂസ് പേപ്പർ ഈസ്. റീഡ് എന്നുള്ളതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? റെഡ്. സ്പെല്ലിങ് അത് തന്നെയാണ്, പറയുമ്പോൾ റെഡ് എന്ന് പറയാം. അപ്പൊ എന്ത് പറയും? ന്യൂസ് പേപ്പർ ഈസ് read by me every day by me. Newspaper is read every day by me. തെറ്റി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സംശയം ഉണ്ടെന്ന് ചോദിച്ചേക്കണം കേട്ടോ. ഓക്കെ, അടുത്താണ്. Read by me every day എന്ന് പറയുമ്പോൾ അത് തെറ്റാവോ? റെഡ് ബൈ മീ എന്നുള്ളത് ലാസ്റ്റ് പറഞ്ഞാൽ മതി. ബൈ ഒടുങ്ങിയുള്ള ലാസ്റ്റ്. എവരി ഡേ ബൈ മീ. നമുക്ക് ബൈ തുടങ്ങിയുള്ളത് ഒമിറ്റ് ദ ഏരിയതാ പറയുന്നത്. അത് നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം, അത്രയും നേരം പറയണ്ട. ദ ന്യൂസ് പേപ്പർ ഈസ് റെഡ് എവരി ഡേ. അത് എഴുതിയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. ബൈ മീ എന്നുള്ള ലാസ്റ്റ് എഴുതിയെന്ന് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല. പരീക്ഷയ്ക്കൊക്കെ പോകുമ്പോൾ മാർക്ക് നമ്മൾ നോക്കുമ്പോൾ ഈ ബൈ തുടങ്ങിയുള്ളത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അവിടം വരെ കറക്റ്റ് ആയിരുന്നു. അതിനകത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പറഞ്ഞിരുന്നു തോന്നുന്നത് പറയാം. ഈ സാധാരണ ഒരു വാചകം പറയുമ്പോൾ, ആക്റ്റീവ് വോയിസ് പറയുമ്പോൾ അതിൻ്റെ അകത്ത് പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാണ് ഇമ്പോർട്ടൻസ്. പാസീവ് വോയിസിൽ പ്രവൃത്തി ചെയ്യുന്ന ആൾക്കല്ല ഇമ്പോർട്ടൻസ്, പ്രവൃത്തി അനുഭവിക്കുന്ന ആൾക്കാണ് ഇമ്പോർട്ടൻസ്. സഫറർ ആണ് ഇമ്പോർട്ടന്റ്, ഡൂവർ അല്ല, ചെയ്യുന്ന ആളല്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാല്, രാമൻ പാമ്പിനെ കൊന്നു. അപ്പൊ രാമനാണ് ഇമ്പോർട്ടൻസ് അതിനകത്ത്, കാരണം രാമൻ കൊന്നു, രാമൻ ചെയ്ത പ്രവൃത്തിയാണ്. പാമ്പ് രാമനാൽ കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ പാമ്പ് കൊല്ലപ്പെട്ടു, ആക്ഷൻ അനുഭവിച്ച ആൾക്കാണ് ഇമ്പോർട്ടൻറ്റ്. പാസീവ് വോയിസിൽ ഇത് തമ്മിലുള്ള വ്യത്യാസം. അതുകൊണ്ടാണ് ബൈ തുടങ്ങിയുള്ളത് എഴുതിയില്ലെങ്കിലും പാസീവ് വോയിസിൽ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ലാന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അടുത്ത വായിച്ചു. ആരെങ്കിലും ഒരാൾ വായിക്കൂ. I use computer. I use computer. പറഞ്ഞോ. Computer is used by me. ഓക്കെ ഓക്കെ. കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ് ബൈ മീ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. കമ്പ്യൂട്ടർ ഈസ് യൂസ്ഡ്. ഓക്കെ 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 ഓക്കെ. അടുത്തത് ഈ ഉണ്ടായോ? ഓക്കെ ഓക്കെ. ഇനി ഞാൻ നിങ്ങളോട് തൽക്കാലത്തേക്ക് മറ്റൊരു കാര്യം പറയുകയാണ്. ഇന്ന് നിങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് നിങ്ങൾ ചെയ്യാറുള്ള കാര്യങ്ങൾ, ഇപ്പൊ ഇന്ന് രാവിലെ എഴുന്നേറ്റു, ഇന്നലെ ചെയ്തതും ഇന്ന് ചെയ്തതും മിനിയന്ന ചെയ്തതും നാളെ ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ഐ കുക്ക് ഫുഡ്, ഞാൻ എല്ലാ ദിവസവും ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. ഐ ടേക്ക് ബാത്ത് എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും കുളിക്കാറുണ്ട്. ഐ റീഡ് ന്യൂസ് പേപ്പർ, ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്? ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട്. ഐ ഡു ഹോംവർക്ക് എവരി ഡേ, ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യാറുണ്ട്? ഹോംവർക്ക് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്ക് പറയാം. നമ്മളത് വീട്ടില് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്,
നിങ്ങൾ വീട്ടിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒരു സംഭവം പാസീവ് വോയിസിൽ ഇങ്ങോട്ട് പറയാം. നിങ്ങൾ വീട്ടില് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യം പാസീവ് വോയിസിൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഞാൻ എക്സാമ്പിൾ പറയാം. ഇപ്പോ എനിക്ക് പറയാം, അല്ല നിങ്ങൾക്ക് ആർക്കും പറയാം, ഞാൻ എല്ലാ ദിവസവും വീട്ടിൽ ഭക്ഷണം പാകം ചെയ്യാറുണ്ട്. ഐ കുക്ക് ഫുഡ് എവരി ഡേ, അല്ലെങ്കിൽ ഐ പ്രിപ്പയർ ഫുഡ് എവരി ഡേ. അത് നമുക്ക് പാസീവ് വോയിസിൽ പറയാം. ഫുഡ് ഈസ് പ്രിപ്പയർഡ് ബൈ മീ. എന്റെ വീട്ടില് ഇൻ മൈ ഹോം ഫുഡ് ഈസ് പ്രിപ്പയർഡ് ബൈ മീ. ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് കേട്ടോ. അതുപോലെ നിങ്ങൾ ഇന്ന് ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം അത് സ്ഥിരമായിട്ട് ചെയ്യാനുള്ളതിനായിരിക്കില്ല, അത് തന്നെ ഒരു പാസീവ് വോയിസിൽ പറഞ്ഞു. നിങ്ങളുടെ വീട്ടില് നിങ്ങൾ ചെയ്ത കാര്യം ഒന്ന് പാസീവ് വോയിസിൽ പറഞ്ഞ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ഞാൻ എക്സാമ്പിൾ പറഞ്ഞു, ഫുഡ് ഈസ് ഐ പ്രിപ്പയർ ഫുഡ് എന്നുള്ളതിന് പകരം ഫുഡ് ഈസ് പ്രിപ്പയർഡ് ബൈ മീ എന്ന് പറയാം. ഐ ക്ലീൻ മൈ ഹൗസ് എന്നുള്ളത് പാസീവ് വോയിസിൽ പറയും. ഐ ക്ലീൻ മൈ ഹൗസ് അത് ആക്റ്റീവ് വോയിസ് ആണ്. അതിന്റെ പാസീവ് വോയിസ് പറഞ്ഞേ മൈ ഹൗസ് ഈസ് ക്ലീൻഡ് ബൈ മീ ആണ്. അപ്പൊ വേറെ ആരോടെങ്കിലും നിങ്ങൾ സംസാരിക്കുമ്പോൾ ഐ ക്ലീൻ മൈ ഹൗസ് എന്നുള്ളതിന് പകരം മൈ ഹൗസ് ഈസ് ക്ലീൻഡ് ബൈ മീ. എന്റെ വീട് ഞാനാണ് വൃത്തിയാക്കുന്നത്, എന്നാൽ വൃത്തിയാക്കപ്പെടുന്നു. ഓക്കെ ഓക്കെ, വെരി ഗുഡ് സഹന, വെരി ഗുഡ് വെരി ഗുഡ്. ആദ്യം പറഞ്ഞേ വെരി ഗുഡ്. അതേപോലെ നിങ്ങളൊരു വാചകമാണ്, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. അത് തന്നെ നമ്മുടെ വീട്ടിൽ നടന്ന കാര്യം, നമ്മൾ ഇന്ന് ചെയ്ത കാര്യം നമ്മൾ പാസീവ് വോയിസിൽ പറയും. I washed the clothes. I washed the clothes. I washed the clothes. അത് I wash the clothes. clothes are washed by me. Okay, clothes are washed by me. ഞാനാണ് വീട്ടില് വസ്ത്രം അലക്കുന്നത്. അപ്പൊ അത് പാസീവ് വോയിസിൽ നമ്മൾ പറഞ്ഞു clothes are washed by me. അടുത്തത് My mother is called by me. ഒന്നുകൂടി പറഞ്ഞേ. My mother is called by me. എനിക്ക് ആ ഈസൈനുള്ള വാക്ക് ശരിക്കും പിടികിട്ടിയില്ല കേട്ടോ. Called by me. ഓക്കെ 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 ഓക്കെ. കോൾഡ് ബൈ മീ എങ്ങനെ വരാ? അതെ, സൗണ്ട് അങ്ങോട്ട് ഭയങ്കര വൈബ്രേഷൻ. My face wash every day. ഒന്നുകൂടി പറഞ്ഞേ. My face wash every day. I wash my face every day. വെരി ഗുഡ്. അപ്പൊ അത് പാസീവ് വോയിസിൽ പറയുമ്പോ my face is washed by me. every day. ഓക്കെ 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 ഓക്കെ. ഓക്കെ ഓക്കെ ഓക്കെ, ശരിയാണ് ശരിയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. My garden watered by me every day. കുറച്ചും കൂടി ശബ്ദത്തിൽ കേട്ടാമോ? My garden watered every day by me. I do the garden work. ഞാൻ എല്ലാ ദിവസവും ഗാർഡൻ വർക്ക് ചെയ്യാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കിയാൽ എന്ത് ചെയ്യാറുണ്ട്? ഗാർഡൻ വർക്ക്. അപ്പൊ ഗാർഡൻ വർക്ക് ഈസ് ഡു എന്നതിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൺ എവറി ഡേ ബൈ മീ. ഗാർഡൻ വർക്ക് ഈസ് ഡൺ എവറി ഡേ ബൈ മീ. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി അടുത്തത് നിങ്ങൾ തന്നെ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ പറയാ. ആരോടെങ്കിലും ഒക്കെ നമ്മൾ പറയുമ്പോൾ അത് ഇംഗ്ലീഷിൽ തന്നെ പറയാൻ നോക്കാം. I read newspaper every day. ഓക്കെ, അതിന്റെ പാസീവ് വോയിസ് കൊണ്ട് പറയട്ടെ. Newspaper is them every day. ന്യൂസ്പേപ്പർ ഈസ് റീഡ് എന്നുള്ളതിന്റെ പാസൻസ് റെഡ് കേട്ടാ. സെയിം ആണ് സ്പെല്ലിംഗ്, പക്ഷെ റെഡ് എന്ന് പറയുന്നു. ന്യൂസ്പേപ്പർ ഈസ് റെഡ് എവറി ഡേ ബൈ ദം. വെരി ഗുഡ്. ഓക്കെ ഓക്കെ ഓക്കെ. ഇനി I take care my 2 children. വെരി ഗുഡ്, പറയൂ. My 2 children are take care by me. അവിടെ നമുക്ക് ടേക്ക് ടുക്ക് ടേക്ക് എന്നാണ് വെർബിന്റെ 3 ടെൻസ്. ടേക്ക് ടുക്ക് ടേക്ക്. അപ്പൊ നമുക്ക് പറയാം my 2 children are taken. Taken. Okay, sir. Okay, T-A-K-E. Okay, 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 okay. Taken by me. Okay. Yes. Ini. I make breakfast every day.
പറഞ്ഞോ. ഐ മേക്ക് ബ്രേക്ക്ഫാസ്റ്റ് എവറി ഡേ. ഓക്കെ. Breakfast was made by me every day. ഐ മേക്ക് ആണ് കേട്ടോ. അപ്പൊ പ്രസന്റേഷൻ മതി കേട്ടോ. Okay. നമുക്ക് പാസ്റ്റേഴ്സ് നമുക്ക് പിന്നീട് നമുക്ക് അങ്ങോട്ട് പോകാം. അത് പറഞ്ഞിട്ടെ. ഐ മേക്ക്. ദിവ്യ, ഗുഡ് മോർണിംഗ്. Okay. യെസ്. ഇനി ആർക്കെങ്കിലും? I drive my car today. യെസ്. ഓക്കെ. The car is drived by me. ഓക്കെ ഓക്കെ ഓക്കെ. പക്ഷെ അത് ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. അപ്പൊ എന്ത് വരും? മൈ കാർ ഈസ് ഡ്രിവൺ ബൈ മീ കേട്ടോ. ഡ്രൈവ്, ഡ്രോവ്, ഡ്രിവൺ. ഓക്കെ ഓക്കെ ഓക്കെ. കറക്റ്റ് ആണ്. യെസ്. I teach my children every day എന്നുള്ളത്. വെരി ഗുഡ്. My children was taught by me every day. സിമ്പിൾ പാസ്റ്റ് വരുമ്പോഴാണ് വാസ് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ. ഇവിടെ നമുക്ക് പറയാം ഐ ടീച്ച് മൈ ചിൽഡ്രൻ എവറി ഡേ. ഞാൻ എന്റെ കുട്ടികളെ എല്ലാ ദിവസവും പഠിപ്പിക്കുന്നു. അപ്പോ എന്റെ കുട്ടികളെ, മൈ ചിൽഡ്രൻ. അപ്പോ ചൈൽഡ് അല്ല, ഒരു വാക്കുണ്ട്. മൈ ചിൽഡ്രൻ ആർ taught every day by me. My children are taught every day by me. Okay. ഇനി ഞാൻ നിങ്ങൾക്ക് വേറൊരു കാര്യം. യെസ്, പറഞ്ഞോളൂ. I exercise every day. By me. Okay. I am eating. പറഞ്ഞോ. I am eating the food. I am eating the food. അത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മാറ്റിയിട്ട് ഐ ഈറ്റ് ദ ഫുഡ് എന്നാണ്. എന്നിട്ട് പറയാം. The food is taking eaten by me. The food is eaten. Taken by me അല്ലെങ്കിൽ eaten by me. I am eating the food എന്ന് പറയുമ്പോൾ അത് പ്രസന്റ് കണ്ടിന്യൂസ് ആയ ടെൻസ് ആണ്. അത് നമ്മൾ ആ കാര്യങ്ങൾ വെർബിനെ എടുക്കുന്നത് നമുക്ക് പറയാം കേട്ടോ. യെസ്. I was hit by the ball. I was hit by the ball. Eat by the ball. Ball. What does it say? The ball hit me. അത് മലയാളത്തിൽ ഒന്ന് പറഞ്ഞ മോളെ, എന്താണ് ഉദ്ദേശിച്ചത്? നിങ്ങൾ പറയാതെ തെറ്റി കുഴപ്പമൊന്നുമില്ല കേട്ടോ. ധൈര്യമായിട്ട് പറഞ്ഞു. നിങ്ങൾ പറയുക എന്നുള്ളതാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള കാര്യം. ഓക്കെ. ഹിറ്റ്. ഓക്കെ. I eat apple. അപ്പൊ ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആറ് എത്താൻ മതി. ഈസ് അല്ലെങ്കിൽ ആമല്ലെങ്കിൽ ആ. ഓക്കെ. I eat apple. Apple is eaten by me. Okay. I eat apple. Apple is eaten by me. Very good. I attend Montessori class every day. Oh, very good. എന്താ പറയാ, ലൈവ് ആയിട്ടുള്ള കാര്യം പറഞ്ഞു. Montessori class is attended. Montessori class is attended every day by me. Okay. Montessori class is attended every day by me. I use mobile. Mobile is used by me. Very good. I drink water every day. Okay. Neera correct. Water is drunk by me. DRUNK വരും. DRUNK. DRUNK അല്ല, DRUNK. Okay. ഇനി ഞാൻ നിങ്ങളോട് കാര്യം പറയാണ്. അടുത്ത ആഴ്ച വരുമ്പോഴേ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറയാം. യുവർ ഫേവറേറ്റ് ഫിലിം, നിങ്ങൾ കണ്ടിട്ടുള്ള സിനിമകളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള സിനിമ, അതെന്തുകൂടെയും ആയിക്കോട്ടെ, നിങ്ങൾ അതിനെ കുറിച്ചൊരു റിവ്യൂ ചെയ്യാറുണ്ട്. ഒരു റിവ്യൂ. ആരാണ് അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്, ആരാണ് നായകൻ, ആരാണ് നായിക, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടത്, അത് നമ്മൾ പറയുന്നു. ഇംഗ്ലീഷിൽ പറയുന്നു. അതൊന്നും
തയ്യാറെടുത്താൽ മതി മാനസികമായിട്ട്. എഴുതിയൊന്നും വേണ്ട. നിങ്ങൾ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് വാചകങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചാൽ മതി. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ അത് പറയാം. അപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് വേണമെങ്കിൽ പറയാം, മൈ ഫേവറേറ്റ് ഫിലിം ഈസ് ചെമ്മീൻ. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിനിമ അല്ലെങ്കിൽ ഞാൻ കണ്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ചെമ്മീൻ എന്നുള്ളതാണ്. ദ ഹീറോ ഓഫ് ദ ഫിലിം ഈസ് സത്യൻ. സത്യനാണ് അതിൻ്റെ അത് ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഷീല ഈസ് ദ ഹീറോയിൻ ഓഫ് ദ ഫിലിം. ഷീലയാണ് അതിൻ്റെ അകത്ത് ഹീറോയിനായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ദി സ്റ്റോറി ഈസ് ബേസ്ഡ് ഓൺ ദ ലൈഫ്സ് ഓഫ് ദ ഫിഷർമെൻ. മത്സ്യത്തൊഴിലാളികളുടെ കഥയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്, ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അതിന്റെ കഥ. ഞാൻ പറഞ്ഞതല്ല, ഇതൊന്നും നിങ്ങളുടെ കണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ എന്റെ രീതിയിൽ പറഞ്ഞു. ഇത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആടുജീവിതമാണെങ്കിൽ നിങ്ങൾ അത് പറയുന്നു. The film that I like most is ആടുജീവിതം. Why? കാരണം പറയുന്നു. ഇന്ന കാരണങ്ങൾ കൊണ്ട് I like the film most. ഞാൻ ആ സിനിമ ഇഷ്ടപ്പെടുന്നു. ഓക്കെ, അപ്പൊ അത് നിങ്ങളൊന്ന് മാനസികമായിട്ട് അടുത്ത ആഴ്ചത്തേക്ക് ഒന്ന് പ്രിപ്പയർ ചെയ്യാം. എന്ത് ടു ഹാവ് എ റിവ്യൂ. ശരിയല്ലേ? വെരി ഗുഡ്. നിങ്ങൾ നല്ലൊരു ആക്റ്റീവ് പാർട്ടിസിപ്പേഷനുള്ള നല്ല ബാച്ചാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് ഗുണകരമാകുമല്ലോ. നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ഇത് കഴിഞ്ഞാല് അതിന്റെ മടി പിടിക്കും. അപ്പോൾ നമ്മളത് ചെയ്യുക. യുവർ ഫേവറേറ്റ് ഫിലിം. ഇനി നിങ്ങളിപ്പോ നിങ്ങളുടെ വീട്ടുകാരുടെ ഒപ്പോ ഭർത്താവിന്റെ ഒപ്പോ മക്കളുടെ ഒപ്പം എവിടെയെങ്കിലും പോയപ്പോൾ ഒരു സംഭവം കണ്ടു. ആ സംഭവം നിങ്ങൾക്ക് പിറ്റേ ദിവസം ഇവിടെ വന്നിട്ട് ഒന്ന് ഇംഗ്ലീഷിൽ പറയണമെന്ന് തോന്നി കഴിഞ്ഞാൽ, പിറ്റേ ക്ലാസ്സിൽ പറയണമെന്ന് തോന്നി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു, കഴിഞ്ഞ ആഴ്ച ഞാനും പിള്ളേരും ഹസ്ബൻഡും പോയപ്പോൾ ഒരു സംഭവം ഞാൻ കണ്ടു, ഞാനത് പറയട്ടെ. ഓക്കെ, പറഞ്ഞു. സോ ലാസ്റ്റ് വെനസ്ഡേ വി വർ ഗോയിങ് ടു ബീച്ച്, ദെൻ ഐ സോ എ ബെഗർ നിയർ ദ റോഡ് സൈഡ്. നമുക്ക് അങ്ങനെ പറയാമല്ലോ, ഞാനൊരു ബെഗറെ കണ്ടു. അങ്ങനെ നിങ്ങൾക്ക് എന്താണോ പറയാനായിട്ട് സാധിക്കുന്നത് ആ ഇൻസിഡന്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാം. സിമ്പിൾ ആയിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്, മാനർ, പ്ലേസ്, ടൈം, ഈ ക്രമത്തിൽ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സംഗതി ശരിയാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി വിഷയത്തിലോട്ട് വീണ്ടും വരാം. അപ്പൊ ഇന്ന് നമ്മള് സിമ്പിൾ പ്രസന്റിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു. സബ്ജക്റ്റും വെർബിന്റെ പ്രസന്റേഷനും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പ്രസന്റ് ആണ് നമ്മൾ പറഞ്ഞു. സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ പ്രസന്റ്, ആ സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള വാചകത്തിന്റെ പാസീവ് വോയിസ് എങ്ങനെ എഴുതാമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോ സിമ്പിൾ പ്രസന്റ് കഴിഞ്ഞു. ഇനി ഇന്ന് നമ്മൾ പുതിയതായിട്ട് തന്നെ പറയാൻ പോകുന്നത് സിമ്പിൾ പാസ്റ്റ് ആണ്. സിമ്പിൾ പാസ്റ്റ് നമുക്കറിയാം. പാസ്റ്റ് എന്ന് പറയുന്ന ആ വേർഡിന്റെ അർത്ഥം എന്താണ്? കഴിഞ്ഞു പോയ സംഭവങ്ങളാണ്, നേരത്തെ കഴിഞ്ഞ സംഭവങ്ങൾ. ഓക്കെ, കഴിഞ്ഞു പോയ സംഭവങ്ങളെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ 5 മണിക്ക് എഴുന്നേറ്റു, അത് കഴിഞ്ഞു പോയ സംഭവമല്ലേ? അപ്പൊ നമുക്കെന്ത് പറയാം? വി ഗോട്ട് അപ്പ് അല്ലെങ്കിൽ വോക്ക് അപ്പ് അറ്റ് 5 o'clock in the morning. 5 മണിക്ക് എഴുന്നേറ്റു. അല്ലെങ്കിൽ വി ഗോട്ട് അപ്പ് അറ്റ് 6 o'clock in the morning. 5 മണിക്ക് നമ്മൾ 6 മണിക്ക് നമ്മൾ എഴുന്നേറ്റു. ഇനി അതുമല്ല എങ്കിൽ 9 മണിക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഐ ടുക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 9 o'clock. ഐ ടുക്ക് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 9 o'clock. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് സിമ്പിൾ പാസ്റ്റായ ഒരു വാചകം നമുക്ക് എങ്ങനെ എഴുതാമെന്നുള്ളതാണ്. സിമ്പിൾ പാസ്റ്റില് നമുക്ക് എങ്ങനെ പറയാം? സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ എഴുതുമ്പോൾ ആദ്യം നമ്മൾ പറയേണ്ടത് സബ്ജക്റ്റ്. സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസ് കൂടി പറയാം. പ്രസന്റ് ടെൻസ് അല്ല, പാസ്റ്റ് ടെൻസ്. അതാണ് കഴിഞ്ഞു പോയ സംഭവത്തിൽ സൂചിപ്പിക്കുന്നത്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസുമാണ് നമ്മൾ പറയുന്നത് എങ്കിൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഓഫ് ദ വെർബ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു സിമ്പിൾ പാസ്റ്റ് ഉപയോഗിച്ചൊരു വാചകം പറയാമോ? ഒരു സബ്ജക്റ്റ് ഉണ്ടാവണം, അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അകത്ത് ഒരു വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉണ്ടാവണം. I went to Delhi. I went to Delhi. Okay, very good. I went to Delhi. അപ്പൊ I സബ്ജക്റ്റ് ആണ്. Went to temple. ഓക്കെ, അത് കറക്റ്റ് ആണ് അനുഗ്രഹം. I went to temple. ഞാൻ അമ്പലത്തിൽ പോയി. I cooked food. I cooked food. അന്നാറോയി കറക്റ്റ് ആണ്. ഓക്കെ. I used mobile phone. I used mobile phone. Okay.
Okay, okay. I washed the clothes. I washed my car. Actually, ശരിയാണ്. I washed the clothes. Okay, I taught my children. Teach അല്ല taught. Because I saw TV. ശരിയാണ്. I wrote a letter. അഞ്ജന ശരിയാണ്. I performed namaz. I performed. Okay. I baked a cake. സൈബ ശരിയാണ്. I drove my car. I drove my car. ശരിയാണ്. Subject drive and past. I washed my clothes. ജീന ശരിയാണ്. He came here. Ashna correct ആണ്. I prepared my breakfast. Alfia. I watched TV. I watched the TV. I watched the TV. Okay. I repaired my car. I Repair my car. repaired my car. Okay. Ashira. I repaired my car. Okay. അപ്പൊ സബ്ജക്ട് ഉപയോഗിച്ചു, വെർബിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിച്ചു. I woke up അതായത് at 6 o'clock in the morning. Wake up in the past tense woke up. Okay, okay, okay. I cleaned my home. School. Reshma. Okay. No? I cleaned my home. Okay, okay, okay. I dropped my mother. I cleaned my house. I watched the movie. Okay, look here. I sang a song. Nina Sadu. Yes. Yesterday I attended my class. Very good. I read a book. I washed the dress. Jinsen. Okay. I washed my clothes. Okay. Adira. Okay, 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 okay. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് കറക്റ്റ് ആണ്. അപ്പൊ സബ്ജക്റ്റും വെർബിന്റെ I took a pen. I watched a movie. Lakshmikutti, I found my lost money. Oh, very good. Yesterday I went to the zoo. I played cricket. I played dance. Okay. I speak to my neighbor. Okay, okay, okay. I cooked my food. I cooked my food. Okay, 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 okay. ഇനി ഞാൻ നിങ്ങൾക്ക് തത്സമയത്തേക്ക് ചെറിയൊരു ജോലി തരാം. അതായത് ഒരു 4-5 വാചകം സിമ്പിൾ പാസ്റ്റിലേ വരുള്ളൂ, സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ്. ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റു. ഇപ്പോൾ സമയം ഏതാണ്ട് 11:02. അപ്പൊ ഈ 11:02 എന്ന് പറയുന്ന സമയത്തിന്റെ ഉള്ളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ നമ്മളൊന്ന് സിമ്പിൾ പാസ്റ്റിൽ പറയുന്നു. കാരണം രാവിലെ ഡിസ്കസ് ചെയ്താണ് സാർ. എന്തോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇത് ഡിസ്കസ് ചെയ്താണ്, കുറെ പേര് പറഞ്ഞായിരുന്നല്ലോ, സൂചിപ്പിച്ചായിരുന്നു. ഓക്കെ, 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 ഓക്കെ. സിമ്പിൾ പ്രസന്റ് ടെൻസ് അല്ലേ? അത് സിമ്പിൾ പ്രസന്റിലല്ലേ നമ്മൾ പറഞ്ഞത്? പാസ്റ്റ് പറഞ്ഞില്ലല്ലോ, അതാണ് സംശയം. അല്ല, സിമ്പിൾ പാസ്റ്റ്. പറഞ്ഞു സാർ. ഓക്കെ, 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 ശരി, സമ്മതിച്ചു. ഓക്കെ. എന്നിരുന്നാലും സിമ്പിൾ പാസ്റ്റ് പറഞ്ഞ സ്ഥിതിക്ക് അല്ല DR രാജേഷ്, ആകെ മൊത്തം കൺഫ്യൂഷനായി. ഓക്കെ. അപ്പോ നമുക്കൊരു കാര്യം, ഒരാളെ ഞാൻ വിളിക്കുകയാണ്. ഓക്കെ. ആരെങ്കിലും ഒരാള് സിമ്പിൾ പാസ്റ്റില് ഇന്ന് നടന്ന സംഭവം, രാവിലെ 8:30 മണിക്ക് എഴുന്നേറ്റു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഒരു 5 വാചകം ആരെങ്കിലും. ഓക്കെ. യെസ്, രനിഷ പറഞ്ഞോളൂ. I woke up 5:30 o'clock in the morning. Yes, I woke up at 5:30 in the morning. Very good. I prepared food. Okay. I had food. ഒന്നുകൂടി ഉറക്കെ പറഞ്ഞോട്ടെ. I had food. Okay, 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 okay. I cleaned my home. Okay. Then I washed my clothes. Okay. Then I prepared Montessori class. Okay. Then prepared my children. Okay. At school. Okay. Finished, sir. പറഞ്ഞോളൂ. Finished, sir. Okay, okay, finished. Okay, very good, very good, very good, Elisha, very good. അപ്പോ രാവിലെ എഴുന്നേറ്റ് ഇതുവരെയുള്ള സംഭവങ്ങൾ സിമ്പിൾ പാസ്റ്റിലാണ് പറഞ്ഞത്. കഴിഞ്ഞ പോയ സംഭവങ്ങൾ സിമ്പിൾ പാസ്റ്റിൽ പറഞ്ഞു. ഇനി
ആർക്കെങ്കിലും പറയാൻ താല്പര്യമുണ്ടോ? ഞാൻ പറയാം. യെസ്, അഫ്ന മോൾ. ഓക്കെ. I wake up 7 o'clock. I brushed my teeth and bath. I drink tea. Okay. I take my breakfast. Okay. I watched TV and mobile. Okay. I watched recorded class. Okay. Okay. Very good. കുറച്ചുകൂടി സമയം കിട്ടിയപ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് ആലോചന സ്റ്റൈലായിട്ട് പറഞ്ഞു. വെരി ഗുഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് സബ്ജക്റ്റ് എഴുതുന്നു, അത് കഴിഞ്ഞതിന് ശേഷം വെർബിന്റെ പാസ്റ്റ് ടെൻസും എഴുതി കഴിഞ്ഞാൽ നമുക്കതിനെ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയാമെന്ന് പറഞ്ഞു. അതാണ് സിമ്പിൾ പാസ്റ്റ്. ഇനി വേറൊരു കാര്യം കൂടി ഇതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ടേക്ക് പ്രസന്റൻസ് ആണ്, അതിന്റെ പാസ്റ്റ് ആണ് ടുക്ക്. ആ ടേക്ക് എന്നുള്ളതിന്റെ കൂടെ ഡിഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് പാസ്റ്റ് ടെൻസിന്റെ മീനിങ് ആണ് കിട്ടുക. അതൊന്ന് എവിടെയെങ്കിലും മനസ്സിലൊന്ന് കോരി വെച്ചേക്കാം. ഏത് വേർഡിന്റെ കൂടെയും ഡിഡ് ആദ്യം ചേർത്ത് പറഞ്ഞിട്ട് പ്രസന്റ് ടെൻസ് പറഞ്ഞാൽ അതിന്റെ പാസ്റ്റ് ടെൻസിന്റെ അർത്ഥം കിട്ടും. ഒരു എക്സാമ്പിൾ പറയാം. ഗോ പ്രസന്റ് ടെൻസ് ആണ്. ഡിഡ് ഗോ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു വെന്റ് എന്നുള്ള അർത്ഥമാണ് കിട്ടുക എന്നുള്ള കാര്യം ഒന്നും മനസ്സിലാക്കിയിരിക്കുക. അത് ഞാൻ പറയാനുള്ള കാരണം ഇനി നമ്മൾ പറയാൻ പോണ കാര്യത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു കൺഫ്യൂഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അവൾ പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ഷീ വെന്റ് എന്ന് പറഞ്ഞു. അവൾ പോയി. അവൾ പോയിട്ടില്ല എന്നാണെങ്കിലോ, നിങ്ങൾ വന്നിട്ടില്ല, അവൻ ഷീ ഡിഡിന്റ് ഗോ എന്ന് പറയാം. ഷീ ഡിഡിന്റ് വെന്റ് എന്ന് പറയുന്നത്. കാരണം ഡിഡ് കഴിഞ്ഞാൽ പിന്നെ പ്രസന്റ് ടെൻസ് ഒക്കെ വെറുതെ ഉപയോഗിക്കാനേ പാടുള്ളൂ. അപ്പൊ എന്താണ് എന്റെ ആൻസർ വരാം? അവൾ പോയിട്ടില്ല എന്നാണെങ്കിൽ ഷീ ഡിഡിന്റ് ഗോ. നിങ്ങൾ ഉറങ്ങിയിട്ടില്ല, യു ഡിഡ് നോട്ട് സ്ലീപ്. അവൾ പഠിച്ചിട്ടില്ല, ഷീ ഡിഡ് നോട്ട് സ്റ്റഡി. ഞാൻ ചിന്തിച്ചിട്ടില്ല, ഐ ഡിഡ് നോട്ട് തിങ്ക്. ചിന്തിച്ചിട്ടില്ല കഴിഞ്ഞുപോയ അർത്ഥമാണ്, കഴിഞ്ഞുപോയ സംഭവമാണ്. ചിന്തിച്ചിട്ടില്ല കഴിഞ്ഞുപോയ പാസ്റ്റ് ആണ്. പക്ഷെ തിങ്ക് പ്രസന്റ് ടെൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. കാരണം അതിനകത്ത് ഡിഡ് ഉണ്ടെങ്കിൽ അത് പാസ്റ്റ് ടെൻസിന്റെ മീനിങ് ആണ്. ഡിഡ് പ്ലസ് പ്രസന്റ് ടെൻസ് ദാറ്റ് ഈസ് ഈക്വൽ ടു പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുക. ഓക്കെ. അപ്പോ ഞാൻ പഠിച്ചിട്ടില്ല, ഐ ഡിഡ് നോട്ട് സ്റ്റഡി. ഞാൻ എഴുതിയിട്ടില്ല, ഐ ഡിഡ് നോട്ട് റൈറ്റ്. അപ്പൊ സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് നമ്മൾ എഴുതുമ്പോൾ ഡിഡ് നോട്ട് ഉപയോഗിക്കണം. ആ ഡിഡ് നോട്ട് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബേ പറയാവൂ, പാസ്റ്റ് ടെൻസ് പറയരുത്. കാരണം ഡിഡ് ഉണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസിന്റെ മീനിങ് കിട്ടിക്കൂടും എന്നുള്ളത് കൊണ്ടാണ് ഡിഡ് കഴിഞ്ഞാൽ പ്രസന്റ് ടെൻസ് ഓഫ് ദ വെർബ് ഉപയോഗിക്കുന്നത്. ഓക്കെ. എന്ന് നിങ്ങൾ ചെയ്യുന്ന, എന്നാൽ ഇന്ന് നിങ്ങൾ ചെയ്യാത്തൊരു കാര്യം പറയാമോ? എന്ന് നിങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ കുളിക്കാറുണ്ട്, പക്ഷെ ഇന്ന് കുളിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് പറയാം ഐ ഡിഡ് നോട്ട് ടേക്ക് ബാത്ത് ടുഡേ ഇൻ ദ മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ കുളിച്ചില്ല, ഇന്ന് ഞാൻ കുളിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വൈകുന്നേരമാണ്. ഐ ഡിഡ് നോട്ട് ടേക്ക് ബാത്ത് ഇൻ ദ മോർണിംഗ്. എന്നും രാവിലെ ഞാൻ അല്പസമയം TV കാണാറുണ്ട്, പക്ഷെ ഇന്ന് ഞാൻ കണ്ടിട്ടില്ല. ഐ ഡിഡ് നോട്ട് വാച്ച് ദ TV ഇൻ ദ മോർണിംഗ്. രാവിലെ ഞാൻ TV കണ്ടിട്ടില്ല. ഇതുപോലെ നിങ്ങൾ ഇന്ന് ചെയ്യാതിരുന്ന ഒരു കാര്യം പതിവായിട്ട് ചെയ്യാറുള്ളതാണ്, പക്ഷെ ഇന്ന് ചെയ്തിട്ടില്ലത്. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞ I did not read newspaper today. I did not read newspaper today. അനുഗ്രഹ ശരി. I did not eat food today. I did not eat food today. അപ്പൊ ഭക്ഷണം കഴിക്കാതിരിക്കരുത്. എന്താ പറയാ? അതും രാവിലത്തെ ഭക്ഷണം അത് ഒരു കാരണവശാലും മുടക്കാൻ പാടില്ല. കാരണം എന്താണ്? ഒരു വാക്കിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാൻ പോയേക്കാം. എന്താണെന്ന് അറിയാമോ? ഈ രാവിലത്തെ ഭക്ഷണത്തിന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പേര് വരാനുള്ള കാരണം അറിയാമോ? വെരി ഗുഡ്. ഫാസ്റ്റിങ്ങിന് ബ്രേക്ക് ചെയ്യുന്നതാണ്, അതുകൊണ്ട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വരാൻ കാരണം. ഓക്കെ, വെരി ഗുഡ്. അതായത് ബാക്കിയുള്ള ഏത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും അടുത്ത ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ഐ ഡിഡ് നോട്ട് ഡ്രിങ്ക്. ശരിയാണ്, ചെറിയൊരു ഗ്യാപ്പുള്ളൂ. രാവിലെ കഴിച്ചു, പിന്നെ ഉച്ചയ്ക്ക് ഒരു 4 മണിക്കൂർ ഗ്യാപ്പ് കഴിയുമ്പോൾ കഴിക്കും. ഉച്ചയ്ക്ക് കഴിച്ചു, വൈകുന്നേരം കഴിച്ചു വരെ പോകും. പക്ഷെ രാത്രി നമ്മൾ 9 മണിക്ക് ഭക്ഷണം കഴിച്ചെന്ന് വിചാരിക്കും. പിന്നെ എത്ര മണിക്ക് കഴിക്കണം? 10, 11, 12, 1, 2, 3, 4, 5, 6, 7, 8, 11 മണിക്കൂറിന് ശേഷമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ 11 മണിക്കൂർ നമ്മൾ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫാസ്റ്റിംഗ് ആണ്, ഉപവസിക്കുകയാണ്. ആ ഉപവാസത്തെ ബ്രേക്ക് ചെയ്യണത് രാവിലെ കഴിക്കുന്ന ഭക്ഷണം കൊണ്ടാണ്. അത് ബ്രേക്കിംഗ് ദ ഫാസ്റ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു
ബ്രേക്ക്ഫാസ്റ്റ്. അതാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പൊ അത്രയും ഗ്യാപ്പിലുള്ളത് കഴിക്കണം. ഐ കാണ്ട് അറ്റൻഡ്, ഐ കുടിന്റ് വരും ലക്ഷ്മി, നമുക്ക് കുടിന്റ് വരുമ്പോ പറയാം. ഓക്കെ, ഐ ഡിഡ് നോട്ട് ടേക്ക് മൈ സൺ ടു ദ നഴ്സറി ടുഡേ. അഖില, ഐ ഡിഡ് നോട്ട് ക്ലീൻ ദ റൂം ടുഡേ. I did not wash my clothes in the morning. I did not wash my clothes in the morning. Very good. I did not take medicines in the morning. I did not take medicines in the morning. Okay. എന്നും ചെയ്യുന്നത് ഇന്ന് ചെയ്യാത്തത്, അത് നമുക്കൊരു റിമൈൻഡിങ് ഇന്ന് ചെയ്തിട്ടില്ലല്ലോ എന്നൊരു ഓർമ്മ കൂടി വരും. ഓക്കെ, ഒരു ഡൗട്ട് ചോദിക്കട്ടെ? ഒരു ഡൗട്ട്, ഈ ഡിഡിന്റും ഡിഡ് നോട്ടും സെയിം ആണോ? അത് സെയിം ആണ്. നമുക്ക് ഡിഡിന്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അല്ലേ എന്ന് ചോദിക്കാൻ വേണ്ടി ഡിഡ് പ്ലസ് നോട്ടാണ് ഡിഡിന്റെ ആയിട്ട് വരുന്നത്. നമുക്ക് ആ ക്വസ്റ്റ്യൻ ടാഗുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ചുകൂടി വിശദമായിട്ട് നമുക്ക് പറഞ്ഞു. ഓക്കെ, സാധാരണ ഇതിൽ പറയുമ്പോൾ ഡിഡ് എന്ന് പറയും, എഴുതുമ്പോൾ ഡിഡ് നോട്ട് എന്ന് എഴുതുന്നു. ഓക്കെ ഓക്കെ, നമ്മൾ സംസാരിക്കുമ്പോൾ ഡിഡിന്റ്, ഐ ഡിഡിന്റ് ഗോ, ഐ ഡിഡിന്റ് എന്നാ പറയുള്ളൂ, സ്പോക്കൺ ഇംഗ്ലീഷ്. ഓക്കെ, പറഞ്ഞ ഐ ഡിഡിന്റ് ഗോ, ഐ ഡിഡിന്റ് എക്സസൈസ് ടുഡേ, ഐ ഡിഡിന്റ് ഡു എക്സസൈസ് ഇൻ ദ മോർണിംഗ്. അക്ഷര, വെരി ഗുഡ്. യെസ്, ഇന്ന് ചെയ്യാതിരുന്ന കാര്യം എന്നും ചെയ്യുന്നത്. ഐ ഡിഡ് നോട്ട് ഗോ ഔട്ട് ടുഡേ. റുഖിയ, ഓക്കെ. I didn't dance practice in today. I didn't dance practice today. Okay. I didn't clean the kitchen in the morning. Yes, George. സർ, ഞാൻ പറയാൻ വന്നത് ഐ കാൺ. ഐ കാണ്ട് പറഞ്ഞോ. ലക്ഷ്മി പറഞ്ഞോട്ടാ. ഐ ഡിഡിന്റ് കുക്ക് ലഞ്ച് ടുഡേ, ഐ ഡിഡിന്റ് ഗോ ഫോർ എ വാക്ക്. ഓക്കെ, സോഫി, ഐ കനോട്ട് എന്നല്ല പറയാൻ പറഞ്ഞത്. ഐ ഡിഡിന്റ് വാഷ് മൈ ക്ലോത്ത്സ് ടുഡേ, ഐ ഡിഡിന്റ് വാഷ് മൈ ക്ലോത്ത്സ് ഇൻ ദ മോർണിംഗ്. ആതിര, അഞ്ജന. ഓക്കെ, ഷീബ, ഐ ഡിഡിന്റ് പ്രേ എന്ന് പറഞ്ഞാൽ മതി. ഐ ഡിഡിന്റ് പ്രേ ഇൻ ദ മോർണിംഗ്. പ്രയർ നൗൺ ആണ്, പ്രേ. ഐ ഡിഡിന്റ് പ്രേ. I didn't wake up early in the morning. I didn't send in the school. അപ്പൊ എന്നെ ഒരു വാക്ക് വിട്ടുപോയി. I didn't send no. I didn't take no. Okay. I didn't go to temple in the morning. I didn't clean my room today. Okay. I didn't do the homework today. Okay. ശരിയാണ് പറഞ്ഞത് കേട്ടോ, എല്ലാം പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് സിമ്പിൾ പാസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സബ്ജക്റ്റും വെർബിന്റെ പാസ്റ്റ് ടെൻസും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു സിമ്പിൾ പാസ്റ്റിന്റെ നെഗറ്റീവ് സെന്റൻസ് എഴുതുമ്പോൾ ഡിഡ് നോട്ട് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. ഇനി ഇത് തന്നെ നമുക്കൊരു ചോദ്യം ആയി മാറ്റണമെന്ന് വിചാരിക്കും. ഇപ്പോ ഞാൻ വസ്ത്രം അലക്കിയിട്ടില്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോ ഐ ഡിഡ് നോട്ട് വാഷ് മൈ ഡ്രസ് എന്ന് നിങ്ങൾ സ്വയം പറഞ്ഞു. ഈ ചോദ്യം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിയോട് ചോദിക്കണം. നീ ഇന്ന് അലക്കിയോ എന്ന് ചോദിക്കണം. ചോദ്യമായിട്ട് ചോദിക്കണം. നീ ഇന്ന് രാവിലെ എഴുന്നേറ്റോ? നീ മെഡിസിൻ കഴിച്ചോ? നീ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു? അത് നമ്മൾ വേറെ ആരോട് ചോദിക്കണം. ഈ ഇത്രയും പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുകയാണെങ്കിൽ അത് യെസ് അറിയില്ല. അപ്പൊ ചെയ്യേണ്ട കാര്യം ഞാൻ ഒന്നും പറയാം. ഇപ്പൊ ഞാൻ വസ്ത്രം അലക്കിയില്ല, അല്ല അവൾ വസ്ത്രം അലക്കിയിട്ടില്ല, അത് നമ്മൾ എന്ത് പറയും? ഷീ ഡിഡ് നോട്ട് വാഷ് ഹെർ ക്ലോത്ത് പറയും. അപ്പൊ അതിന്റെ അകത്ത് നമ്മള് ആ നോട്ട് അങ്ങോട്ട് കളയാം. അത് കളഞ്ഞിട്ട് ആ ഡിഡ് ആദ്യം പറയും. അപ്പൊ എന്ത് പറയും? ഡിഡ് ഷീ വാഷ് ദ ഡ്രസ്? നിങ്ങൾ വസ്ത്രം അലക്കി, അവൾ വസ്ത്രം അലക്കിയോ? ഡിഡ് യു റീഡ് എ ന്യൂസ് പേപ്പർ? നിങ്ങൾ ന്യൂസ് പേപ്പർ വായിച്ചോ? അപ്പൊ ഏതെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ പത്രം ഇരിക്കുന്നത് കാണുമ്പോൾ ചോദിക്കാം, ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ? യെസ് അല്ലെങ്കിൽ നോ എന്ന് മറുപടി വരും. അപ്പോ ഡിഡ് ആദ്യം വന്നതിന് ശേഷം സബ്ജക്റ്റ് വരുന്നു, പിന്നെ വെർബിന്റെ പ്രസന്റൻസ് ഉപയോഗിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഡിഡ് യു ടേക്ക് ദ ഫുഡ്? നിങ്ങൾ ഭക്ഷണം കഴിച്ചോ?
Did you come with me? നിങ്ങൾ എൻ്റെ കൂടെ വന്നു. Did you go with her? നിങ്ങൾ അവളുടെ കൂടെ പോയോ? കണ്ടോ? അപ്പൊ നിങ്ങൾ ഡിഡ് ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള ഒരംഗത്തോട് ഒരു ചോദ്യം ചോദിച്ച് അവരെന്തെങ്കിലും ഒരു കാര്യം Did you take the breakfast? Akshara. Okay. Did you wake up early morning? Okay, Nina. Did you read the newspaper? Did you read the newspaper? Okay. Did you write the home? Did you clean the room? Did you give the food? Did you complete your homework? Did you bath today? Okay. Did you pray to Okay, okay, okay. Siriano. Did you water the plants? Did you make the breakfast? Did you prepare the food? Did you watch the TV? Did you go for a walk? Did you watch the mobile today? Did you clean the past tense? Did you clean the room? Did you clean the present tense? Did you go to church? Did you go to school? Did you exercise today? Did you go to school today? Did you read? Did you be ready? Did you fill the bottle? Okay. Did plus present tense of the verb ഉപയോഗിച്ച് കഴിയുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? അത് ഒരു ചോദ്യമായിട്ട് മാറുന്നു. Yes. Did you prepare the food today? Very good. Did you take the medicine? Did you wash the clothes? Did you drink water today? Divya. Yes. നേരത്തെ പറഞ്ഞപ്പോൾ ബുദ്ധിമുട്ടൊന്നും പറയാം. Did you study? Okay. Very good. Did you study? Did you fill the lunch box? Okay. അത് കുട്ടികളോടൊക്കെ ചോദിക്കാവുന്നതാണ്. ഇനി നാളെ തുടങ്ങി അങ്ങനെ. Did you go to office? Okay, okay, okay. Did you like our English class? അത് ഞാൻ അങ്ങോട്ട് ചോദിക്കേണ്ട ചോദ്യമല്ലേ. Did you like our English class? Yes. Did you read the book? Lakshmi, okay. നേരത്തെ ചോദിച്ച സംശയം ചോദിച്ചോട്ടെ. ക്യാൻ എന്നുള്ള സംശയം ചോദിച്ചു. Did you go to office today? അപ്പൊ നാളെ കുറച്ച് ചോദ്യങ്ങൾ നമ്മൾ മക്കളോട് ഡിഡ് വെച്ച് അങ്ങനെ ചോദിക്കുക. Did you feed your baby today? Very good. Did you feed your baby today? എടാ നീ പുസ്തകം കൊടുത്ത? Did you take your book? Did you take your bag? അപ്പൊ നാളെ ഡിഡ് വെച്ച് അങ്ങനെ ചോദിച്ചാൽ മതി. എല്ലാവരും ചോദ്യം ചോദിക്കില്ല. നമ്മള് ചെയ്യേണ്ട കാര്യമാണ്. പറഞ്ഞോളൂ. Did you take your pen? Did you take your pen? Did you take your pencil? Okay, okay, okay. Did you done your homework? Did you do your homework? Did you do? Do present tense ആണ്. Did you do your homework? Okay, okay, okay. Did you like our classroom? Did you like our classroom? Okay. Yes. Did you go? Did the children go to the class? Okay, okay. കുട്ടികൾ സ്കൂളിൽ പോയോ? Very good. Did the children go to school? അതൊക്കെ ചോദിക്കാവുന്നതാണ്. ഏതെങ്കിലും വീട്ടിൽ നിങ്ങൾ അങ്ങോട്ട് കൊണ്ട് പറയുമ്പോൾ ഇനി നിങ്ങൾ കാര്യം ചെയ്യാം. Did you do your assignment? ഇതൊക്കെ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺലൈനിൽ സംസാരിക്കുമ്പോൾ did you like to play? Did you eat food? ഈ ചെറിയ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. ചോദ്യം ചോദിക്കുക. അപ്പൊ ഇനി ആരോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ഡിഡ് വെച്ച് അങ്ങോട്ട് ചോദിക്കുക. ഇത് തന്നെ നമുക്ക് വുഡൊക്കെ വെച്ച് ഉപയോഗിക്കട്ടെ, കുറച്ചുകൂടി പൊളൈറ്റ് ആയിട്ട്. അതൊക്കെ നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പോൾ പറയാം. ഡിഡ് യു അറ്റൻഡ് ദ മോണ്ടിസ്റ്റോറി ക്ലാസ്? ഓക്കെ, ഓക്കെ. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നത്, നമ്മളിത് പറഞ്ഞെങ്കിൽ മാത്രമേ നമ്മുടെ പറയാനായിട്ടുള്ള താല്പര്യം. ഡിഡ് യു ലൈക്ക് ദ ഫുഡ്? ഓക്കെ, കെ.സി. ജോർജ്. ഓക്കെ, 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 ഓക്കെ. ഡിഡ് യു ടേക്ക് യുവർ മെഡിസിൻ? നീന. ഓക്കെ, ഓക്കെ. ഓക്കെ, ഇനി ആരെങ്കിലും ഒരാളോട് ഞാൻ കുറച്ച് ഡിഡ് വെച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഒരു മറുപടി പറയും. സിമ്പിളായ ചോദ്യങ്ങൾ. Who is ready? I am ready, sir. Yes. Who is ready? I am ready, Nora. I am ready, sir. Oh, yes, Nina. Very good, very good.
Did you get up at 6 o'clock in the morning? Yes. I answer full letter. I got up at 6 o'clock in the morning. Yeah. I did not get up. I did not get up at 6 o'clock in the morning. Okay. Did you prepare the food? Yes, I prepared the food. Did you help your mother? Yes, of course. I helped my mother. You helped your mother. Thank you very much. So one more question. Did you pray today? Yes, I performed a namaz today. Okay. Did you like this English class? Yes, of course. I liked the English class, and I was attending class in first time. Okay. Very good. Okay. I'm also first attended in the class. Okay, Lakshmi Goody. Okay. No problem. നിങ്ങൾക്ക് ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും പറയാനും താല്പര്യമുണ്ട്, അങ്ങനെയൊക്കെ നമ്മൾ അതൊക്കെ ഡെവലപ്പ് ചെയ്യാം. ഒരു ഫാക്ട്, നിങ്ങളുടെ പറയുന്ന കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ വേണ്ടേ? ആ ആളാണ് ഞാനുണ്ട്. നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നമുക്ക് തെറ്റുകളൊക്കെ നമുക്ക് പിന്നീട് സൗകര്യം പോലെയൊക്കെ തിരുത്താം. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് അതൊക്കെ ഇംഗ്ലീഷ് നിങ്ങൾ പറയാം. അപ്പൊ അങ്ങനെ പറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പറയാനായിട്ടുള്ള ചളിപ്പങ്ങൾ മാറി കിട്ടും. നിങ്ങളൊക്കെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതും, പക്ഷെ പറയുകയും കൂടി വേണ്ടേ? അപ്പൊ പറയുകയും കൂടി വരുമ്പോഴാണല്ലോ അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഓക്കെ. ഇനി അടുത്തൊരാൾ, ഞാൻ ഡിറ്റ് വെച്ചുള്ള ചോദ്യമല്ല, വേറൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് ആൻസർ എന്താ പറയണ്ടേ? യെസ്, ഹു ഈസ് റെഡി? Yes, sir. Yes, Renisha. Okay. അപ്പൊ I am going to ask a question to Renisha. റെനീഷയോട് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. Okay, sir. അപ്പൊ റെനീഷയ്ക്ക് ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് കിട്ടുന്ന സമയം വളരെ കുറവാണ്. കുറച്ച് സമയം കിട്ടുള്ളൂ. പക്ഷേ ആ ചോദ്യം കേൾക്കുന്നവർക്ക് ഉത്തരം പറയാനായിട്ട് കുറച്ചധികം സമയം കിട്ടും. അപ്പൊ എല്ലാവരും ഇതിന് ആൻസർ പറയണം. ഇത് ഒരു സിവിൽ സർവീസിൽ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ഇതായിരുന്നു: when was the last day you cried? നിങ്ങൾ അവസാനമായിട്ട് കരഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഇതായിരുന്നു ചോദ്യം. ആ ചോദ്യം ചോദിച്ചപ്പോൾ കുട്ടി പറഞ്ഞു, I cried when my degree result was published. എന്റെ ഡിഗ്രി റിസൾട്ട് പ്രഖ്യാപിച്ച റിസൾട്ട് ഡിക്ലെയർ ചെയ്ത അന്നാണ് ഞാൻ കരഞ്ഞത്. ഒരു പക്ഷേ അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ടാവാം. അപ്പൊ അന്നാണ് ഞാൻ ഏറ്റവും അവസാനമായിട്ട് കരഞ്ഞത്. ഞാനിപ്പോ റെനീഷിനോട് ചോദിക്കുകയാണ്, ഡു യു റിമെമ്പർ ദ ലാസ്റ്റ് ഡേ that you cried? ഏറ്റവും അവസാനം കരഞ്ഞ, നമുക്കൊരു ഇംഗ്ലീഷിൽ ഒരു വാചകം കൊണ്ട് വേണ്ടേ? ഇപ്പൊ ചോദിക്കുന്നത് പോലെയല്ല. ഒരു ഇന്റർവ്യൂവിൽ ആദ്യമായിട്ട് നിങ്ങൾ ഈ ചോദ്യം ഫേസ് ചെയ്യുമ്പോൾ എന്ന് പറയും, പെട്ടെന്ന് മറുപടി പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളത് പ്രിപ്പറേഷൻ ചെയ്യാം. വി പ്രിപ്പയർ അവേഴ്സ്. ഓക്കെ. ഡു യു റിമെമ്പർ ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്? അവസാനമായിട്ട് കരഞ്ഞ ദിവസം ഓർമ്മയുണ്ട്? Yes, sir. I cried last day. My mother lost. Okay. When my mother lost. Okay. അപ്പോ റെനീഷ മറുപടി പറഞ്ഞു. ഇനി ഓരോരുത്തർക്കും പറയാം. ഇംഗ്ലീഷിൽ പറയണമെന്ന് മാത്രമേ ഉള്ളൂ. ദ ലാസ്റ്റ് ഡേ ഐ ക്രൈഡ് പറയാൻ പറ്റിയ സംഭവം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പറയണ്ട. അല്ലെങ്കിൽ ചിലപ്പോ എന്റെ ഒരു പെറ്റ് അത് ചത്ത ദിവസമാണ് ഞാൻ കരഞ്ഞത്, അങ്ങനെയൊക്കെ പറയാലോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരു ഇംഗ്ലീഷിൽ ദ ലാസ്റ്റ് ഡേ ദാറ്റ് യു ക്രൈഡ്. ഇപ്പൊ കുറച്ചു പേര് ചിന്തിക്കുന്നുണ്ടാവും, ഞാൻ കരഞ്ഞിട്ട് കുറെ നാളായല്ലോ, ചിന്തിക്കുന്നുണ്ടാവും അല്ലെ? ദീപാവലി പറയാൻ പറ്റില്ല. ഐ വാസ് ക്രൈഡ് ദ യെസ്റ്റർഡേ. ബാക്കി കിട്ടില്ല. കൊച്ച് ഈർക്കിളി കൊണ്ടൊരു കുത്തുകുത്തി. എന്താ പറയാ, the childish attack of my child. So I cried. Very good, Deepavali. Okay. I cried last my children lost. Okay. I cried last when my children lost. Okay. I cried last my kitty was died. Okay. Correct ആണ്. അടുത്തത്. Sir,
Okay, I cried 2 days ago when my mother was sick. Okay, Saiba. During my child new birth. Okay. അത് സൗണ്ട് ഭയങ്കര എക്കോ കാണിക്കുന്നത് കേട്ടോ. അറിയില്ല ശരിയാണോന്നറിയില്ല. Today is the last day that I cry in my life. I will never cry again. Oh, very good. അതിന് കൂടെ ഡിറ്റർമിനേഷൻ കൂടെ ഉണ്ട്. I will never cry again. കരഞ്ഞാലും പറയാം I cried last when I married. ഓ, അപ്പൊ അതില് ചിലപ്പോ അച്ഛനമ്മനൊക്കെ വിട്ടുപോരുന്ന ദുഃഖം കൊണ്ട് കരഞ്ഞതായിരിക്കും അല്ലേ? ഓക്കെ. I last cried on my son's degree result day. Few days back because he is failed on one subject, zoology. Okay. Very good. I cried last month because my baby got vaccinated. Okay. I cried last when I give birth to my child. Okay, Anjana. Yes. ട്രൈ ചെയ്ത് നോക്കെ ശരിയാണോന്ന് അറിയില്ല. ഐ എം ക്രൈങ് ഡേ ബൈ ഡേ. So I can't talk about that. I will cry till the end of my life. I cry. Okay, നമുക്ക് സെന്റൻസ് അങ്ങോട്ട് നമുക്ക് എടുക്കാം. I cry day by day. ഞാൻ ഓരോ ദിവസവും കരയാറുണ്ട്. The last day that I cried when my father passed away. Okay. I cried last my husband went abroad. Okay. Afrina. അത് ശരിയാണ്. I cry day by day and I will cry എന്ന് പറയുമ്പോൾ ഞാൻ ഇനിയും കരയുന്നതാണ്. പറഞ്ഞേക്കണ വാചകത്തിന്റെ ഗ്രാമർ ഒക്കെ കറക്റ്റ് ആണ് കേട്ടോ. നീ കരയുമെന്ന് ഇപ്പോഴേ തീരുമാനിക്കണ്ട. ഓക്കെ. I cried when the last job lost. Okay. ഇനിയും പുതിയ അവസരങ്ങൾ വരും. You will have the new opportunities. I cried when my son met with an accident. When my finger is injured. Okay. I cried. Yes. I cried yesterday because I watched the movie Agashadud. Okay. I cried some days ago for my child attacked the head to my lips. Okay. Gino. Yes. What is next? നിങ്ങളിപ്പോ കരഞ്ഞ സംഭവം പറയണമെന്നില്ല. അതല്ലാതെ ഒരു സെന്റൻസ് ഉണ്ടാക്കി പറയാൻ പറ്റുമെന്ന് പറഞ്ഞോ. I cried last എന്ന് പറഞ്ഞിട്ട്. I remember the last day I cried when my injured. Okay, ദിവ്യ പറഞ്ഞത്. I cried last my mobile is took. My mobile lost. When my mobile was lost, I cried last. Okay. അത് സിമ്പിൾ പാസ്റ്റിന്റെ പാസീവ് വോയിസ് കൂടി അതിനകത്ത് വന്നു. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾക്ക് റെഡി ആക്കി എടുക്കാം. Okay. I cried last when I was sick. Okay, Rukia. We were telling wrong, but sir will listen to us, so I am very happy. Oh, okay. അതായത് ഏറ്റവും ആദ്യം നമ്മൾ കറക്റ്റ് ചെയ്യാനല്ല, നിങ്ങളത് പറഞ്ഞ് നിങ്ങൾക്കൊന്ന് ശീലിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റ് ചെയ്യാം. നോ പ്രോബ്ലം. I cried last when I read the news about the children. I cried last when birth my child. When I give birth to my child. Okay, Adi Rebelish. Okay. അപ്പോ പ്രിയപ്പെട്ട കുട്ടികളെ, it is a time to stop. അപ്പൊ നിങ്ങളോട് പറഞ്ഞു മറക്കണ്ട. അടുത്ത ക്ലാസ്സിൽ you remember about a favorite book that a favorite film that you have seen. ആ ഫിലിമിനെ കുറിച്ച് നിങ്ങളൊന്ന് റിവ്യൂ തയ്യാറാക്കുന്നു. KC ജോർജ്. ഓക്കെ, ആ റിവ്യൂ തയ്യാറാക്കുന്നു. ആ റിവ്യൂ നമ്മൾ അടുത്ത ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമ്മൾ സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ, അതിന്റെ പോസിറ്റീവ് സെന്റൻസ്, നെഗറ്റീവ് സെന്റൻസ്, അതിന്റെ ക്വസ്റ്റ്യൻ മോഡലുള്ള സെന്റൻസ്, ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. പിന്നെ നമുക്ക് ഇതിന്റെ പാസീവ് വോയിസും കണ്ടിന്യൂഷൻ നോക്കാം. സോ വി വിൽ മീറ്റ് നെക്സ്റ്റ് ടൈം. ഓക്കെ, വിജീത. ഓക്കെ.
Okay, okay. See you. Thank you, sir. 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 Okay, okay. Thank you. Thank you, sir. Okay, welcome. Thank you, sir.